വയനാട് പടമലയിലെ ആളെക്കൊല്ലി കാട്ടാനയെ 4 ദിവസമായിട്ടും വനംവകുപ്പിന് പിടികൂടാനായില്ല. നിലവിൽ ആലത്തൂർ എസ്റ്റേറ്റിലെ ഇരുമ്പ് പാലത്താണ് ബേലൂർ മഗ്നയുള്ളത്. മയക്കുവെടി വെക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് വനംവകുപ്പ്. തിരുനെല്ലി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അതേസമയം പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രദേശവാസികൾ. വയനാട്ടിൽ ഇന്ന് കർഷക സംഘടനകൾ ഹർത്താൽ നടത്തുന്നു. വിവരങ്ങളുമായി മുബഷിർ പി അക്ബറും ദീപക് മലയമ്മയും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം മുബഷിർ പി അക്ബറിലേക്ക്. മുബഷിർ, ഓപ്പറേഷൻ ബേലൂർ മഗ്ന 4-ാം ദിവസത്തിലെത്തുമ്പോഴും ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്ത് മയക്കുവെടി വെക്കുന്ന പ്രധാന ഘട്ടത്തിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആന ഇന്നും ലൊക്കേഷൻ മാറ്റുകയാണോ ഇടയ്ക്കിടെ? സുജയപാർവതി, പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ ഒരു മിഷനിൽ തിരിച്ചടിയാകുന്നത്. ഒന്ന്, ഉൾവനത്തിൽ അടിക്കാടുകൾക്കിടയിൽ ആന ഒളിച്ചു നിൽക്കുന്നതാണ് തിരിച്ചടിയാകുന്നത്. നമുക്കറിയാം ബേലൂർ മാഗ്ന പേര് വന്ന ചരിത്രം നമുക്കറിയാവുന്നതാണ്. ബേലൂരിലെ കാപ്പിത്തോട്ടങ്ങളിൽ വിള നശിപ്പിച്ചതിന് ശേഷം ഒളിച്ചു നിൽക്കുന്ന രീതിയാണ് ഈ ഒരു കാട്ടാനക്കുണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് കാട്ടിലെ ഉൾവനത്തിൽ ഈ ഒരു ആന ഒളിച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മയക്കുവെടിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. രണ്ടാമതായി, അന്തരീക്ഷത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ, മൂടൽമഞ്ഞ് ഉൾപ്പെടെയുള്ളവും ഇത്തരത്തിൽ വെടിയുതിർക്കുന്നതിൽ തിരിച്ചടിയാകുന്നുണ്ട്. മൂന്നാമതായി, സിഗ്നൽ സംവിധാനങ്ങൾ ലഭിക്കാത്തതും ഇതിൽ ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. 300 മീറ്റർ അകലത്തിൽ മാത്രമേ സിഗ്നൽ ലഭിക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. വനത്തിനുള്ളിലൂടെ അതിവേഗത്തിലാണ് ആന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് 5:30 ഇന്നത്തെ ദിവസത്തിൽ ആദ്യമായി ആനയുടെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുമ്പുപാലം ഭാഗത്താണ് ആനയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ആ ഒരു മേഖലയിൽ ഇപ്പോൾ നിരന്തരമായി വനപാലകർ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കടന്നു പോകുന്നുണ്ട്. ആ ഒരു മേഖലയിലാണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ വെടിയുതിർക്കാൻ സാധിക്കും. മയക്കുവെടി വെച്ചതിനു ശേഷം ആനയെ മുത്തങ്ങയിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് വനപാലകർ പങ്കുവെക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ആലത്തൂർ എസ്റ്റേറ്റിന്റെ ഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ന് പുലർച്ചെ ഈ ഒരു മേഖലയിലൂടെ ഉൾപ്പെടെ ആന കടന്നുപോയി എന്നാണ് അല്പസമയം മുമ്പ് ഈ ഒരു മേഖലയിലുണ്ടായിരുന്ന ഇവിടെയുള്ള തൊഴിലാളികളോട് സംസാരിച്ചപ്പോൾ നമുക്ക് ലഭിച്ച വിവരം. ഈ ഒരു ആലത്തൂർ എസ്റ്റേറ്റ് മേഖലയിലൂടെ കടന്നുപോയിട്ടാണ് ഇരുമ്പുപാലം ഭാഗത്ത് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. കുങ്കിയാനകൾ ഈ ഒരു ബേലൂർ മഗ്നയ്ക്ക് പിന്നാലെ പിന്തുടരുന്നുണ്ടെങ്കിലും വനത്തിനുള്ളിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും മയക്കുവെടിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥർ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. സിഗ്നൽ കിട്ടിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ സിഗ്നൽ കിട്ടിയത് എപ്പോഴാണ്? ഇരുമ്പുപാലത്ത് നിന്ന് ആനയ്ക്ക് കടക്കാൻ കഴിയുന്ന മേഖലകൾ എവിടേക്കൊക്കെ തിരിയാം? സുജയപാർവതി, ഇന്ന് പുലർച്ചെ 5:30 ആദ്യമായി റേഡിയോ കോളറിൽ നിന്നും സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്നത്. അത് വലിയൊരു പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. ഇന്നലെ അത്തരമൊരു സിഗ്നലുകൾ ആദ്യഘട്ടത്തിൽ ലഭിക്കാതിരുന്ന തിരിച്ചടിയായിരുന്നു. പിന്നീടാണ് ആനയുടെ ആ ഒരു സിഗ്നലുകൾ ലഭിക്കുന്നതും ഒരു തവണ വെടിയുതിർക്കുന്നതും. എന്നാൽ വെടിയുതിർത്തെങ്കിലും അത് കൊണ്ടില്ല എന്നാണ് CCF ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് പുലർച്ചെ തന്നെ സിഗ്നൽ ലഭിക്കുന്നു. ആനയെ സ്പോട്ട് ചെയ്യുന്നു. നിലവിൽ ട്രാക്ക് ചെയ്തു വരുന്നു. ഇരുമ്പുപാലം ഭാഗത്ത് തന്നെയാണുള്ളത്. തൊട്ടപ്പുറത്തെ ഇത്തരത്തിൽ കോളനി ഉൾപ്പെടെ ബാവലി ഉൾപ്പെടെയുള്ള മേഖലകളുണ്ട്. ഒരു പക്ഷേ അങ്ങോട്ടൊക്കെ തന്നെ മാറിയാൽ ആ മേഖലയിൽ വെച്ച് വെടിയുതിർക്കുക ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചൊരു തിരിച്ചടിയാകും, അല്ലെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഉൾവനത്തിൽ വെച്ചുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കാനുള്ള നീക്കങ്ങളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആലത്തൂർ എസ്റ്റേറ്റ് ഭാഗത്തിലൂടെ ഉൾപ്പെടെ ഇന്ന് ആന കടന്നുപോയി എന്നും പറയപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും 200 അംഗ ദൗത്യസംഘം 10 അംഗങ്ങളായി പിരിഞ്ഞുകൊണ്ട് ഈ ഒരു മേഖലകളിലൊക്കെ തന്നെ വിന്യസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. നമുക്കൊപ്പം നമ്മുടെ മിഷൻ ബേലൂർ മഗ്നയിൽ ദീപക് മലയമ്മ ആദ്യ ദിവസം മുതൽ തന്നെ സജീവമാണ്. ദീപക് മലയമ്മ, മിഷൻ ബേലൂർ മഗ്ന തുടങ്ങിയിട്ട് ദിവസങ്ങളായി, ഇതുവരെ ആനയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരുടെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ എങ്ങനെയാണ്? ആദ്യ ദിവസത്തിൽ വലിയ പ്രതിഷേധമാണ് നമ്മൾ നേരിട്ട് കണ്ടത്. ഇന്ന് ഇപ്പോൾ 4-ാമത്തെ ദിവസമാണ്. ആന ഇറങ്ങി അജീഷിനെ ചവിട്ടിക്കൊന്നതിന് ശേഷം 4-ാമത്തെ ദിവസമാണ്. എന്താണ് അവിടുത്തെ പൊതു സാഹചര്യം? സുജയപാർവതി, ഞാൻ നിൽക്കുന്നത് ഈ ആനയെ ഏതാണ്ട് ലൊക്കേഷൻ, അതായത് രാവിലെ തന്നെ സിഗ്നൽ ലഭിച്ച ആ ഒരു മേഖലയിലാണ്. ഇവിടെ ഈ ഒരു പ്രദേശത്തേക്കാണ് ആനയുടെ സാന്നിധ്യമുള്ളത് എന്നുള്ളതാണ് വനംവകുപ്പ് സംഘം പറയുന്നത്. രാവിലെ 5:30 നേരത്തെ മുബഷിർ സൂചിപ്പിച്ചതുപോലെ തന്നെ 5:30 ഏറ്റവും ഒടുവിൽ സിഗ്നൽ ലഭിക്കുന്നത്. അതേ തുടർന്ന് ഇവിടേക്ക് വനപാലക സംഘം കൃത്യമായി എത്തി. ഈ ഇരുമ്പുപാലം മേഖലയിലൊക്കെ തന്നെ നിരീക്ഷണം ആരംഭിക്കുകയും ചെയ്തു. ഈ കാണുന്ന മേഖല എന്ന് പറയുന്നത് ഒരു സെറ്റിൽമെന്റ് ആണ്. ഇവിടേക്ക് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു മെസ്സേജ് ഇതിനോടകം തന്നെ തിരുനെല്ലി പഞ്ചായത്ത് ഉൾപ്പെടെ നൽകുന്നുണ്ട്. വനംവകുപ്പിന്റെയും അനൗൺസ്മെന്റ് അടക്കം പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നും ആന എളുപ്പത്തിൽ തന്നെ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് വനപാലക സംഘം പറയുന്നത്.
മണ്ണുണ്ടി കോളനി കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഈ വലിയ പ്രതിഷേധങ്ങളൊക്കെ കണ്ടതാണ്. ആ മേഖലയുടെ ഒരു പിൻഭാഗമായിട്ട് ആണ് ഈ ഒരു പ്രദേശം വരുന്നത്. ഇവിടെ ഏതാണ്ട് വലിയ ഒരു വിസ്താരത്തിലുള്ള ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിന് നേരത്തെ തന്നെ വിളകളൊന്നും തന്നെ ഇല്ലാതെ കിടക്കുന്നത് കൊണ്ട് ഏതാണ്ട് ഒരു രണ്ടാൾ പൊക്കത്തിലൊക്കെയുള്ള കാടുണ്ട് എന്നുള്ളതാണ് സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അവിടേക്ക് കടന്നു ചെല്ലുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. പക്ഷേ തുറസായ സ്ഥലത്തേക്ക് ആനയെ കിട്ടുകയാണെങ്കിൽ മയക്കുപിടി വെക്കാനുള്ള സർവ്വ സജ്ജീകരണങ്ങളും ഇതിനോടകം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയാണ് വനവകുപ്പ് സംഘം മുന്നോട്ട് പോകുന്നത്. ഇതിനോടകം തന്നെ ഈ ആനയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുൽപ്പള്ളി പഞ്ചായത്തിലെ 9, 10, 11 വാർഡുകളിലാണ് നിരോധനാജ്ഞ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ചേലൂർ, ബേഗൂർ, ബാവലി ഈ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് തിരുനെല്ലി പഞ്ചായത്തിന്റെ അനൗൺസ്മെന്റ് അടക്കം വരികയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ട്രാക്കിംഗ് ടീമിന് കൃത്യമായി ആനയെ സ്പോട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ട്രാക്കിംഗ് പൂർത്തിയായാൽ മാത്രമേ മയക്കുവെടി സംഘത്തിന് കൃത്യമായി എത്താനും തുടർന്ന് മയക്കുവെടി വയ്ക്കുന്ന നടപടിക്രമത്തിലേക്ക് കടക്കാനും കഴിയുകയുള്ളൂ. അതേസമയം തന്നെ ഈ മണ്ണുണ്ണിക്കടവ് കോളനിയുടെ പരിസരത്ത് ഇതിനോടകം വനപാലക സംഘം എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആന മൂവ് ചെയ്ത് ആ മേഖലയിലേക്ക് എത്തി ജനവാസ കേന്ദ്രത്തിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ അത് പൂർണ്ണമായും തടയുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവിടെ വനപാലക സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ആനയെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് തന്നെ മിഷൻ പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നേറുന്നത് എന്നുള്ളതാണ് നേരത്തെ ഓഫ് ദ ബെറ്റ് എന്നുള്ള നിലയ്ക്ക് നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വനപാലക സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു നീക്കങ്ങൾ നടക്കുമ്പോഴും ആനയുടെ സഞ്ചാരഗതി എന്ന് പറയുന്നത് അതിവേഗത്തിലാണ് എന്നുള്ളതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നേരത്തെ ബേലൂരിൽ നിന്ന് ഈ ആനയെ പിടികൂടിയതിന് ശേഷം അന്ന് അതിനെ വാഹനത്തിലേക്ക് കയറ്റാനുൾപ്പെടെ കുങ്കിയുടെ സേവനം തേടിയിട്ടുള്ളതാണ്. ഇത്തവണ 4 കുങ്കികളെ എത്തിച്ച് അത്തരത്തിൽ ആനയെ പിന്തുടരാനുള്ള നീക്കം നടത്തും. തീർച്ചയായും 4 ദിവസമായിട്ടും ബേലൂർ മഗ്നയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ